ഹായ്, ഞാൻ ഇന്നൊരു ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു തീയലാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ ഒരു കറിയാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പവിത്രക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും 2 തക്കാളി അരിഞ്ഞതും 1 കപ്പ് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു ചട്ടിയിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 6-7 ഉണക്കമുളകും 5-6 വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നല്ലവണ്ണം വറുത്തെടുക്കുക. അതൊരു 1/4 ഭാഗം മൂപ്പാകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി മൂക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതെല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ചൂടാറിയ ശേഷം അത് അരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം പൊട്ടിയ ശേഷം അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതേ കഷ്ണങ്ങളെല്ലാം വെന്ത് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം അതിൽ കിടന്ന് നല്ലവണ്ണം വേവട്ടെ. ഇത് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അത് കഷ്ണങ്ങളെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട് എല്ലാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് തീയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.